അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത് നല്ല കിഡ്ലൻ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് 2 നേന്ത്രപ്പഴമാണ്. വലിയ സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. നമ്മൾ എങ്ങനെയാണോ പുഴുങ്ങിയെടുക്കുക ആ ഒരു മെത്തേഡിൽ തന്നെ പുഴുങ്ങിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഏകദേശം ആ ഒരു ചൂട് ജസ്റ്റ് ഒന്ന് തണുത്താൽ മതി. ഒരുപാട് ചൂടാറിയിട്ട് നമ്മളിത് ചെയ്താൽ നമുക്ക് ശരിക്കും ഇതൊന്നും ഉടച്ചെടുക്കാൻ പറ്റില്ല. നമുക്കിത് ഉടച്ചെടുക്കാനും വേണ്ട. അപ്പോൾ ആദ്യം ഇതിൻ്റെ നാരുകളുണ്ടാവില്ല, പുറത്ത് ഉണ്ടാകുന്ന ആ നാരുകളൊക്കെ ഒന്ന് ആദ്യം എടുത്തു മാറ്റുക. പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല ഒരു കറുത്ത അരികൾ, അതും ഒഴിവാക്കണം കേട്ടോ. ആദ്യം പുറത്തുള്ള നാര് ഒഴിവാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത അരികളും ഒഴിവാക്കണം. അപ്പോൾ ചൂടോടുകൂടെ തന്നെ ഇത് ഉടച്ചെടുത്താൽ നന്നായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഉന്നക്കായൊക്കെ ചെയ്യില്ലേ, ആ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ പുഴുങ്ങിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഒരു 3-4 ചെറിയ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, ആ രീതിയിൽ സ്ലൈസ് ആക്കിയതിന് ശേഷം ആവിയിൽ വേവിച്ചിട്ടും നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ആ രീതിയിൽ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ കറുത്ത അരികളൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം. ഈ ചൂടോട് കൂടെ തന്നെ നന്നായിട്ടൊന്ന് അടച്ചെടുക്കുക. ഇത് അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് തികച്ചും ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. 1 ടീസ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമില്ല, അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അത്ര പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ. പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. മധുരമല്ലേ, അപ്പം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഡോ രീതിയിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കില്ലേ, ആ രീതിയിലൊരു ഡോ ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ചില പഴത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മൈദ അതിനനുസരിച്ചൊന്ന് കൂട്ടി കൊടുക്കേണ്ടി വരും. ഇത് എനിക്ക് കറക്റ്റ് 1/4 കപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ചില പഴം നന്നായിട്ട് പഴുത്ത പഴമായിരിക്കും, അപ്പോൾ ഒന്നുകൂടെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മൈദ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും, ആ ഒരു ടൈപ്പിലുള്ള പഴമാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോ, ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂണൊക്കെ നെയ്യും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്നാക്കിന്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഇപ്പോൾ ഒരു നല്ലൊരു കണ്ടോ, അത് അങ്ങനെ ചെറുതായിട്ട് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താ പറയുക, മൈദ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം, നല്ലെണ്ണം ഒട്ടിപ്പിടിച്ച് നല്ല കുഴഞ്ഞു പോകുന്ന പരുവാണെങ്കിൽ മാത്രം എക്സ്ട്രാ മൈദ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കടിക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യൊക്കെ നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ കൂടെ ഇതിലേക്ക് വരുന്ന സമയത്ത്. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഒരുപാട് വലിയ സൈസിലാക്കേണ്ട, ഒരു മീഡിയം സൈസിലുള്ള ചെറിയ ബോൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഫിംഗർ അങ്ങനെ നീളത്തിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും, അല്ലാന്നുണ്ടെങ്കിൽ പരത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുക്കി കട്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം ഞാനിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ചെറിയ ഓരോ ബോൾസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. ചെറിയ കുഞ്ഞു ഇതാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി, എത്ര വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്നിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യണത്.
ഈ ഒരു സൈസിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് വലുപ്പമായ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ ഇത്രയും വലുപ്പം മതി. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്ത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് അല്ലെങ്കിൽ ഈസി മെത്തേഡ് ആ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 23 ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് 23 എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു അളവ് വെച്ചിട്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചൂടുണ്ടായാൽ മതി. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നമുക്ക് ഉൾഭാഗം ഇതൊക്കെ ഉള്ളതല്ല, അപ്പോൾ ഒന്ന് വെന്ത് കിട്ടുമില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്തായാലും ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കളർ ചേഞ്ച്, ഒരു ഭാഗം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റേ ഭാഗത്തേക്ക് മറിച്ചിടുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഉന്നക്കായ ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഉന്നക്കായുടെ ആ ഒരു ഈസി മെത്തേഡ് എന്ന് പറയാം. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുക, തേങ്ങ വഴറ്റുക, അതുപോലെ നെയ്യിൽ അങ്ങനത്തെ പരിപാടികളൊന്നും എടുക്കണില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് അങ്ങ് ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതേ ഉന്നക്കായ ഉണ്ടാക്കുന്നില്ലാതെ ഒന്നുകൂടെ സിമ്പിളായിരിക്കും ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഫസ്റ്റ് പേജ് കഴിഞ്ഞു. പിന്നെ അടുത്ത 2 തവണയായിട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ പാനാകുമ്പോൾ ഒരുപാട് നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാ ഇത് പൊട്ടിച്ചിട്ട് അങ്ങനെ മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തതാണെങ്കിലും ഒരുപാട് ഓയിലൊന്നും കുടിച്ചിട്ടില്ല. നല്ല ഓയിൽ ഫ്രീ ആയിട്ടെന്ന് തന്നെ പറയാം. അത്ര ഓയിലൊന്നും കുടിക്കാത്ത ഒരു സ്നാക്ക്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഉൾഭാഗം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഇനി ഇഫ്താറൊക്കെ അല്ല വരാൻ പോകുന്നത്. അപ്പോൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ സ്നാക്കായിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്